ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയുടെ ഈസ്റ്റ് തിമൂർ സന്ദർശനം വിശ്വാസത്തിന്റെ ആഘോഷമായിരുന്നുവെന്ന് ദില്ലിയിലെ കർദിനാൾ വിർജിലിയോ സിൽവ അഭിപ്രായപ്പെട്ടു. പരിശുദ്ധ പിതാവിന്റെ സന്ദർശനത്തെക്കുറിച്ച് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അവലോകനത്തിലാണ് കർദിനാൾ ഇപ്രകാരം പറഞ്ഞത്. പാപ്പയുടെ സന്ദർശനം തിമൂറിലെ ജനതയെ അവരുടെ കത്തോലിക്ക വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്തുവെന്ന്, ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരാനുള്ള ആഹ്വാനമാണിതെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. ഏഷ്യ ഓഷ്യാന നാടുകളിൽ ഇടയ സന്ദർശനം നടത്തുന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ 45ാമത് വിദേശ അപ്പസ്തോലിക യാത്രയുടെ 4 വേദികളിൽ മൂന്നാമത്തേതായാണ് ഈസ്റ്റ് തിമോറിൽ എത്തിയത്. മേജർ ആർച്ച് ബിഷപ്പായ ശേഷം ആദ്യമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ അജപാലന സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ലണ്ടനിലെ ഹീദ്രു വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ പ്രോട്ടോസിഞ്ചലൂസ് റവറൻ ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട്, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ജോ മുല്ലശ്ശേരി VC, റവറൻ ഫാദർ ജോസ് അഞ്ചാനിക്കൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഈ മാസം 28 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും. 17 മിഷനുകളുടെയും ബ്രിസ്റ്റോളിലെ പുതിയ ഇടവകയുടെയും പ്രഖ്യാപനം നടത്തുന്ന മേജർ ആർച്ച് ബിഷപ്പ് രൂപതാ വൈദിക സമ്മേളനത്തിലും പങ്കെടുത്ത് സംസാരിക്കും. മനുഷ്യരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദൈവം തന്റെ സ്നേഹത്തിലൂടെ മഹത്വമാക്കി മാറ്റുന്നു എന്ന് US ക്രൂക്സ്റ്റണിലെ ബിഷപ്പ് ആൻഡ്രൂ കോസൻസ് ഇക്വഡോറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. സഹനങ്ങളെ മഹത്വമാക്കി മാറ്റാനാണ് പരിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാതെ പിന്തിരിയുന്നതിനെതിരെയും അദ്ദേഹം സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകി. ഒപ്പം ദൈവത്തിലേക്കും മറ്റുള്ളവരിലേക്കും തിരിയാനും സ്നേഹത്തിനു വേണ്ടി കഷ്ടപ്പാടുകൾ സ്വീകരിക്കുവാനും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ബിഷപ്പ് കോസൻസ് പ്രോത്സാഹിപ്പിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നെവാഡയിലെ വാഷോ വാലിയിലെ ഹോളി സ്പിരിറ്റ് കാത്തലിക് മിഷൻ ദേവാലയം കാട്ടുതീയിൽ കത്തിനശിച്ചു. 1978 പണി കഴിപ്പിച്ച പള്ളിയുടെ ഭൂരിഭാഗവും കത്തിനശിക്കുകയും എന്നാൽ അത്ഭുതകരമായി പരിശുദ്ധ മാതാവിന്റെ രൂപവും മറ്റ് വിശുദ്ധ വസ്തുക്കളും കാട്ടുതീയെ അതിജീവിച്ചു. തീപിടുത്തത്തിൽ ഹൈവേ 395 ന്യൂ വാഷോയ്ക്ക് സമീപമുള്ള പ്രദേശത്തെ മറ്റ് നിരവധി വീടുകളും നശിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റിനോ ബിഷപ്പ് ഡാനിയൽ തീപിടുത്തത്തെ അപലപിക്കുകയും ചെയ്തു. റഷ്യയുമായുള്ള യുദ്ധത്തിനിടയിലും ഉക്രൈനിയൻ ജനതയുടെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തി ഉക്രൈനിലെ സാംബീറിന്റെ സഹായമെത്താൻ ഫ്രിഹോറി കോമർ. ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നാണ് തങ്ങൾക്ക് ശക്തി ലഭിച്ചതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. സെപ്റ്റംബർ 9 ക്വിറ്റോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഈ വെളിപ്പെടുത്തൽ. വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ സഹനങ്ങളിലും പുനരുദ്ധാനത്തിലും പങ്കെടുക്കാനുള്ള ക്ഷണമാണ്. മരണത്തെ ജയിച്ചവനും ഉയർത്തെഴുന്നേറ്റവനും ജീവൻ നൽകുന്നവനുമായുള്ള കൂടിക്കാഴ്ചയാണിതെന്നും ക്വിറ്റോ 2024 അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബിഷപ്പ് കോമർ കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.